ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുമാത്രമല്ല എൻ്റെ ഒരു പ്രോഡക്റ്റ് കൂടെ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടുന്ന എല്ലാവരെയും നമ്മൾ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ഇഷ്യൂസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രം ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാനൊരു എന്താ പറയുക, ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ പറയാം. കാരണം ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് പേഴ്സണലി ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതൊരിക്കലും മറ്റ് ചാനലുകളെ അധപതിപ്പിച്ച് കാണിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഹെയറിന് വേണ്ടിയിട്ടും എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടും ഒക്കെ. എൻ്റെ ഇപ്പോഴത്തെ സ്കിന്ന് കണ്ടോ നിങ്ങൾ, എനിക്ക് ഒരുപാട് കുഴപ്പമില്ലാതെയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ ഹെയറും. പ്രസവത്തിന് ശേഷം ഒരുപാട് ഹെയറൊക്കെ ഇവിടുന്നൊക്കെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പിഗ്മെൻറ്റഡ് ആയിരുന്നു എൻ്റെ ഈ ഒരു ഭാഗത്തും ഒക്കെ ആയിട്ട്. ഭയങ്കര കറുപ്പ് നിറം വരും, അതായത് ഒരു കരിമാങ്കല്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിട്ട് ഉലുവ പാക്ക് മുഖത്തിടാനും കേട്ടോ, ഉലുവേൻ്റെയും അതുപോലെ ഇങ്ങനെ പല പല മുൾട്ടാനമിട്ടി, ചെറുപയർ, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ പല മുഖത്തെ പ്രശ്നങ്ങളും മാറിയിട്ടുള്ളത്. അപ്പം അതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് നല്ലതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ട് അങ്ങനത്തെ കാര്യം, അപ്പം നമ്മളത് കണ്ടിട്ട് അവർക്കതുണ്ടല്ലോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി നമ്മളിരിക്കുന്നത് അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്കത് ചെയ്തിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ പോലെയുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവർക്ക് പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്കതിൽ ഗുണം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അത് നല്ലതായിട്ട് തന്നെയല്ലേ. അതെനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതോ ഒരു കമൻറ്റിൽ കണ്ടായിരുന്നു, നിഖില വിമൽ അങ്ങനെയൊന്നും എന്താ പറയുക ഏത് പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഒരുപാട് പേര് പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കതിൽ നല്ലതായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പം ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് പണ്ട് മുതലേ കുഞ്ഞുനാൾ മുതലേ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇടാനും ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ എൻ്റെ നിറത്തിന് പറ്റുന്ന ലിപ്സ്റ്റിക്ക് നമുക്ക് മറ്റൊരാൾക്ക് എൻ്റെ നിറമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് നെഗറ്റീവാണ് സമൂഹത്തിലേക്ക് നൽകുന്നത്, വെളുപ്പിനെയാണ് എടുത്തു കാണിക്കുന്നതെന്ന്. പക്ഷെ ഒരിക്കലും ഞാൻ കണ്ടിട്ടുള്ള ഇപ്പം അസ്വി മലയാളമായാലും അതുപോലെ ഉണ്ണിമായ വ്ളോഗ്സ് ആയാലും അതുപോലെ തന്നെ ഗ്ലാമിഗംഗി ആയാലും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവരൊരിക്കലും വെളുപ്പ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പല വീഡിയോകളിലും ഞാൻ അവരുടെ ചാനലുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതാണ്. കാരണം നമ്മുടെ മുഖത്തൊരു കുരു ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വേദന സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മളത് കുത്തിപ്പൊട്ടിച്ച് അവിടെ നല്ലൊരു പാടാവും ചെയ്യും. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക്. ഇപ്പോൾ മറ്റുള്ളവർ കാണുകയോ കാണാതിരിക്കുകയോ നമുക്ക് ചൊറിയും ചരങ്ങും വന്നിട്ട് നമ്മുടെ നാച്ചുറലായിട്ട് നമുക്കിത് വരുന്നതാന്ന് പറഞ്ഞിട്ട് നമുക്കിരിക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഒരു കുരു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി നമ്മൾ എന്തായാലും തേടും. അതിന് മെയിനായിട്ട് നമ്മൾ യൂട്യൂബിനെ തന്നെ ആശ്രയിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ യൂട്യൂബിനെ തന്നെ ആശ്രയിക്കുക. അപ്പോൾ ജെനുവിനായിട്ട് കാര്യങ്ങൾ പറയണം എന്നുള്ളത് യൂട്യൂബിലെ ഇൻഫ്ലുവൻസേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നോക്കിയിട്ട് വിജയിച്ചിട്ടുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ അത് നമ്മളായിട്ട് ചിന്തിക്കണം. നല്ല വലിയ അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറെ എന്തായാലും കാണിക്കണം. അതിനെന്തായാലും സാധാരണക്കാർക്കായാലും എല്ലാവർക്കും അതിനുള്ള ബുദ്ധി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഡോക്ടറെ കാണിക്കേണ്ടത് എന്തായാലും അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള വലിയ അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സാധാരണക്കാരി ആയിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതായത്
ഞാൻ ജോലി നിർത്തി മോനെ നോക്കി വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ള, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണ കാച്ചാറുണ്ട്, എന്തായാലും ഞാൻ ഫേസ് പാക്കുകൾ ചെയ്യാറുണ്ട് എനിക്ക് വേണ്ടി, എന്തായാലും ഞാൻ ലിപ്സ്റ്റിക്കുകൾ വാങ്ങാറുണ്ട്, എന്തായാലും സൺസ്ക്രീൻ വാങ്ങാറുണ്ട്, എന്തായാലും സെറം വാങ്ങാറുണ്ട്, മോയ്സ്ചറൈസറും വാങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പോലെയുള്ള സ്കിന്നുകാർക്ക് അത് ഞാൻ എൻ്റെ യൂട്യൂബ് വഴി പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഒരിക്കലും അത് തെറ്റായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് നമുക്ക് എഫേർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന്, അതായത് നമ്മുടെ സ്കിന്നാണെന്ന് തോന്നുന്നവർക്ക് വാങ്ങുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേപോലെ തന്നെ എനിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, എനിക്കിതൊക്കെ പറഞ്ഞു കൊടുത്തുകൂടെ? എനിക്ക് നടന്നിട്ടുള്ള കാര്യം, എൻ്റെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നല്ലത് തന്നെയല്ലേ? അപ്പോൾ ആ ഒരു തരത്തിൽ ഇവർ തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇങ്ങനൊരു വരുമാന മാർഗം കൂടി നമുക്കുണ്ട്. വീട്ടിലിരിക്കുന്നവർക്ക് യൂട്യൂബ് ചാനൽ എന്നുള്ള, നമ്മൾ സാധാ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വരുമാന മാർഗ്ഗമാണ് എന്നത് കൂടിയാണ് ഈ എല്ലാ ചാനലുകളുമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പലരും പറയുന്നുണ്ട് യൂട്യൂബുകാരുടെ വരുമാനം തന്നെ നിർത്ത്, അവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം. വരുമാനം കിട്ടാൻ മറ്റൊരാൾക്കൊരു മാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക്. അപ്പോൾ അത്രത്തോളം യൂട്യൂബ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലരും താഴേക്കിടയിൽ കിടന്നുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് തുടങ്ങിയിട്ടാണ് അവരുടെ പല കടങ്ങളും പല കാര്യങ്ങളൊക്കെ അവർ മാറ്റി വെച്ച് എന്താ പറയുക തീർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിൽ യൂട്യൂബ് ഒരുപാട് ഉപകാരമാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് യൂട്യൂബൊക്കെ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഒരു വിഷമവും പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എന്താവും, ആക്സെപ്റ്റ് ചെയ്യൂ ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത്, ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീട്ടിലായാലും ചെയ്യാം. എൻ്റെ ഹെയറിനുള്ളതും എൻ്റെ സ്കിന്നിനുള്ളതും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും ചെയ്യാം. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്ക് ഫലിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത്? അതുതന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ്, ബ്യൂട്ടി കാണിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ ജനുവിനായിട്ട് കാണിക്കുന്നവരുടെ കാര്യം പറയുന്നത്. ഇന്നൊരു പ്രോഡക്റ്റ് കാണിച്ചു, നാളെ ഒരു പ്രോഡക്റ്റ് കാണിച്ചു, മറ്റൊന്നൊരു പ്രോഡക്റ്റ് കാണിച്ചു, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷിച്ചിട്ട് പറയുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരെയും എടുത്ത് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കേട്ടോ. നല്ല കാറ്റുണ്ടേ, അതാണ്. അപ്പം ഞാൻ എന്തായാലും വന്നതല്ലേ, ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സൺസ്ക്രീൻ കഴിഞ്ഞപ്പോൾ ഡോട്ട്&കീയുടെ സൺസ്ക്രീനാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. പാല് പോലെ അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഈ 30 മതി എന്ന് വിചാരിച്ചിട്ട് വില കുറവിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചു. 195 രൂപയാണ് കേട്ടോ. ജോയിസിൻ്റെ ആണ് സൺ കവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പാരബൻ ഫ്രീ ആണ്, SPF 30 ആണുള്ളത്. ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് 30 മതി. പിന്നെ നോൺ ഗ്രീസി ആണ്, UVA UVB പ്രൊട്ടക്ഷനാണ്. മെയിനായിട്ട് ഇതിൻ്റെ പൈസയും കുറവാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് ലേശം വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എൻ്റെ സ്കിന്നിനൊക്കെ ഏത് സൺസ്ക്രീൻ പറ്റിയാലും കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ആവട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ, ഞാൻ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ പോവും. കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ സ്കിന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു സ്കിന്നാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്തത് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. എന്തായാലും വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് കേട്ടോ. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും 1-2 വട്ടം നമുക്ക് മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ വൈറ്റ് കാസ്റ്റ് പോകും. നല്ലൊരു സൺസ്ക്രീനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇത്. അതായത് ഈ ഒരു മഴക്കാലത്ത് പിന്നെ എൻ്റെ ഒരു അങ്ങനത്തെ ഒരു കളറല്ല, ഒരു ഒരു കറുത്തൊരു കളറാണ്. അപ്പോൾ എനിക്ക് എന്തായാലും വൈറ്റ് കാസ്റ്റ് ചിലതിനൊക്കെ തോന്നും. പക്ഷേ ഡോട്ട്&കീയുടെ ഞാൻ ഒരിക്കലും പറയില്ല, അതൊരു നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. അതിന് 300 സംതിങ് പൈസയുണ്ട്. അപ്പോൾ ഞാൻ ഈ മഴക്കാലമൊക്കെ അല്ല, SPF 30 മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സൺസ്ക്രീനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റ.